ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന് വിലപ്പെട്ട ദാസി സൂസൻ എബ്രഹാം ഇപ്പോഴൊരു ഗാനം ആലപിക്കും പാട്ടിനായി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥന പാട്ട് നമുക്ക് ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കണം. ഒരു പഴയ പാട്ടാണിത്. സ്തോത്രം. യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാതെന്നെ കാത്തവനാം. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാം. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാം. എക്കാലത്തും തൻ ഭക്തരെ തൃക്കയ്യാ താങ്ങി നടത്തും അവൻ. കഷ്ടതയിൽ നൽതൂണ താൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽതൂണ താൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്കഭയസ്ഥാനമൊന്ന്. ഉറ്റവർ സ്നേഹിതർ വിട്ടു പോമെന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. ഉറ്റവർ സ്നേഹിതർ വിട്ടു പോമെന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. എക്കാലത്തും തൻ ഭക്തരെ തൃക്കയ്യാൽ താങ്ങി നടത്തും അവൻ. കഷ്ടതയിൽ നൽതൂണ താൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. ആഴിയിൽ പാതയൊരുക്കുമവൻ, ആശ്രിതർക്കാപത്തൊഴിക്കുമവൻ. ആ ദിവ്യപാദത്തിൽ ആശ്രയിച്ചോരാരും ആലംബഹീനരായി തീർന്നതെല്ലാം. ആ ദിവ്യപാദത്തിൽ ആശ്രയിച്ചോരാരും ആലംബഹീനരായി തീർന്നതെല്ലാം. എക്കാലത്തും തൻ ഭക്തരെ തൃക്കയ്യാൽ താങ്ങി നടത്തും അവൻ. കഷ്ടതയിൽ നൽതൂണ താൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽതൂണ താൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. വാനവിധാനത്തിൽ ദൂതരുമായി വന്നു വിളിക്കുമ്പോൾ ആ ക്ഷണത്തിൽ. വാനവിധാനത്തിൽ ദൂതരുമായി വന്നു വിളിക്കുമ്പോൾ ആ ക്ഷണത്തിൽ. മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും വിണ്ണിൽ തൻ സന്നിധം ചേർന്നിടും ഞാൻ. മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും വിണ്ണിൽ തൻ സന്നിധം ചേർന്നിടും ഞാൻ. എക്കാലത്തും തൻ ഭക്തരെ തൃക്കയ്യാൽ താങ്ങി നടത്തും അവൻ. കഷ്ടതയിൽ നൽതൂണ താൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽതൂണ താൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം ആലപിക്കുവാൻ കർത്താവിന് ദാസിയെ ദൈവം കരങ്ങളെടുത്ത് നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം കൊടുത്തിരിക്കും. ദാസിനെയും ദാസിയെയും കുഞ്ഞുങ്ങളെ ദീർഘായുസ് തൃപ്തിപ്പെടുത്തട്ടെ. ഒക്കെ പിള്ളേരിലെ അനുഗ്രഹ വിഷയമാക്കി ദൈവം നിർത്തിയിരിക്കും. നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവരായി പാസ്റ്റർ ജോൺ വർഗീസിനെ ഒക്കെല്ലാം സെറ്റിരിക്കുന്ന ആദരവോടും സ്നേഹത്തോടുകൂടെ പ്രേയറിലേക്ക് ക്ഷണിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയുടെ ഭയഭക്തിയോടും കൂടെ ദിവസത്തിലായിരിക്കാം.
ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുമ്പോൾ അത് ദൈവശബ്ദമാണ്, വചനം ദൈവമാകുന്നു. സ്തോത്രം. നമുക്ക് വളരെ ഭയഭക്തിയോടെ ആയിരിക്കാം, വളരെ പ്രാർത്ഥന ആയിരിക്കാം. അതിനെ സൂക്ഷിക്കാൻ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് സന്ധ്യയെങ്കിലെ നമ്മുടെ വിചിന്തനത്തിനായി സക്കറിയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കണം. സക്കറിയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെ. ദാര്യാവേശിന്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ ഇദ്ദോ പ്രവാചകന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സക്കറിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കലേക്ക് തിരുവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയി തീരരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടുതിരിവീൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? എന്നാൽ ഞാൻ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്ന് പിടിച്ചില്ലയോ? ഞങ്ങളുടെ വഴികൾക്കും പ്രവർത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവർ തങ്ങളോട് ചെയ്തിരിക്കുന്നു എന്ന് അവർ മനം തിരിഞ്ഞ് പറഞ്ഞില്ലയോ? ദാര്യാവേശിന്റെ 2-ാം ആണ്ടിൽ ശബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഇദ്ദോവിന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സക്കറിയ പ്രവാചകന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്ന് അവന്റെ പിൻപിൽ ചുവന്നും കരാർ നിറവും വെണ്മയും ഉള്ള കുതിരകൾ ഉണ്ടായിരുന്നു. യജമാനനെ ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ, ഇവൻ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്നുത്തരം പറഞ്ഞു. അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു സർവഭൂമിയിലും സ്വസ്ഥമായി വിശ്രമിക്കുന്നത് കണ്ടു എന്നുത്തരം പറഞ്ഞു. എന്നാൽ യഹോവയുടെ ദൂതൻ സൈന്യങ്ങളുടെ യഹോവയെ, ഈ 70 സംവത്സരം നീ ക്രുദ്ധിച്ചിരിക്കുന്ന യെരൂശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ചു പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു. ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈര്യമായിരിക്കുന്ന ജാതികളോടെ ഞാൻ അത്യന്തം കോപിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്റെ ആലയം അതിൽ പണിയും. യെരൂശലേമിന്മേൽ
അളവുനൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീ ഇനിയും പ്രസംഗിച്ചു പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ആമേൻ. താങ്ക് യു. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളോട് ദയ ഉണ്ടാകണമേ. ഏഴകളും പുഴുക്കളുമാകുന്ന ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകൾ കുറ്റങ്ങൾ ഓർക്കാതെ അവിടുത്തെ സമൃദ്ധി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കാൽവറിലെ രക്തം ഞങ്ങൾക്ക് കോട്ടയായിരിക്കുകയും ശുദ്ധീകരണമായിരിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന കേൾവിക്കായി അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണമേ. തിരുനാമം മാത്രം ഇന്ന് രാത്രി ഉയർത്തപ്പെടുവാനിടയാക്കണമേ. വചനം ഞങ്ങൾക്ക് തുറന്നു തരണമേ. തിരുമഹത്വം എടുക്കണമേ. അവിടുത്തെ പരിശുദ്ധ ആത്മാവ് സകലത്തിലും നിയന്ത്രണം നൽകണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സക്കറിയ പ്രവചനം 1 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളിൽ നാം വായിച്ചത് 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ സക്കറിയ പ്രവചനത്തിന്റെ മുഖവുരയും 7 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ പ്രവാചകൻ കണ്ട ആദ്യത്തെ ദർശനവുമാണ്. ദൈവത്തിന് സ്തോത്രം. സക്കറിയ പ്രവചനം നാം പഠിക്കുമ്പോൾ ഇതിനകത്തെ 6 ദർശനങ്ങൾ ഉള്ളതായി കാണുവാൻ സാധിക്കുന്നു. 1 മുതൽ 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെയാണ് 6 ദർശനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 7-8 അധ്യായങ്ങളിൽ പ്രവാചകന്റെ അതൊരു പരന്തിറ്റിക്കലായിട്ട് ഒരു ബ്രാക്കറ്റായിട്ടുള്ളതായ അധ്യായങ്ങളാണ്. 7-ാം അധ്യായത്തിൽ ബഥേൽക്കാർ പ്രവാചകന്റെ അടുക്കൽ കടന്നു വന്നൊരു ചോദ്യവുമായിട്ടാണ് കടന്നു വരുന്നത്. കഴിഞ്ഞ നാളുകളിൽ അവർ ഉപവസിച്ചതുപോലെ വീണ്ടും ഉപവസിക്കണമോ? രാജ്യം യഥാസ്ഥാനപ്പെട്ടുവല്ലോ, സ്വദേശത്തേക്ക് മടങ്ങി വന്നുവല്ലോ, ഇനിയും അതിനു മുമ്പ് ഉപവസിച്ചതുപോലെ ഉപവസിക്കണമോ എന്ന ചോദ്യം കൊണ്ട് അവർ കടന്നു വന്നപ്പോൾ പ്രവാചകൻ അവരുടെ ഉൾക്കാഴ്ചയിൽ അവരുടെ ഹൃദയത്തെ മനസ്സിലാക്കി അവരുടെ ഉപവാസങ്ങളൊക്കെയും പേര് സമ്പാദിക്കേണ്ടതിന് വേണ്ടി ആയിരുന്നുവെന്നും തിരുനാമത്തിനെ മഹത്വമല്ലായിരുന്നു എന്നും വെളിപ്പെടുത്തിയതായ സന്ദർഭത്തിൽ അവർക്കുണ്ടാകുന്ന മാനസാന്തരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ 1-ാമത്തെ വരവിനെയും 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെയുമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായി 3 മാനസാന്തരങ്ങൾ സക്കറിയ പ്രവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് നമുക്ക് വലിയൊരു ഉപദേശമായിട്ട് ഇന്ന് രാത്രിയിൽ ഇരിക്കുമാറാകട്ടെ. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വേദവാക്യങ്ങൾ ഈ പുസ്തകത്തിന്റെ മുഖവരിയാണ്. ആ ഭാഗത്തേക്ക് നാം താമസിക്കാതെ കടന്നു വരും. എന്നാൽ ഈ 1 മുതൽ 6 വരെയുള്ള വേദവാക്യങ്ങളിൽ 4 പ്രധാന ഉദ്ദേശങ്ങളും ഉപദേശങ്ങളും മുന്നറിയിപ്പും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളതായ ദൂതിന്റെ മുമ്പാകെ ദൈവജനം മാനസാന്തരപ്പെടുന്നത് കാണുവാൻ സാധിക്കുന്നു. മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ് കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ യെരൂശലേമിനും യഹൂദ മക്കൾക്കും ഉണ്ടാകുന്ന വലിയ ആത്മീകവും ലോകപരം അവരുടെ രാജ്യപരവുമായിട്ടുള്ളതായ അഭിവൃദ്ധിയെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതാണ് 6 വരെയുള്ള അധ്യായങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചുവല്ലോ, 7-ാം അധ്യായത്തിൽ ചോദ്യങ്ങളുമായിട്ട് കടന്നു വരുന്ന ജനത്തിനോടെ അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ വെളിപ്പെടുത്തിയപ്പോൾ അവർക്കുണ്ടാകുന്ന മാനസാന്തരം നമുക്ക് 8-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് 8-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മശിഹയായി ഈ ഭൂമിയിൽ വാഴുമ്പോൾ
ഉണ്ടാകുവാനുള്ള നന്മയെ പറ്റി വെളിപ്പെടുത്തുന്നതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 1-ാം മാനസാന്തരവും 8-ാം അധ്യായത്തിൽ 2-ാം മാനസാന്തരവും ക്രിസ്തുയേശുവിന്റെ 1-ാം വരവിങ്കൽ കർത്താവിനെ ക്രൂശിച്ചതായ യഹൂദന്മാർ 12, 13, 14 അധ്യായങ്ങളിൽ മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും കർത്താവ് അവരെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നു. ഈ 3 അവസ്ഥകളിലും 3 മാനസാന്തരങ്ങളിൽ കൂടെയും നമുക്കൊരു പ്രത്യേക ദൂത കർത്താവ് നൽകുന്നുണ്ട്. നിരന്തരമായി മാനസാന്തരം ദൈവമക്കൾക്ക് ആവശ്യമാണ്. ഇത് ജാതികളോടല്ല ഈ ദൂത് പറയുന്നത്, യഹൂദന്മാരോട്, ഇസ്രയേൽ മക്കളോട്, ദൈവമക്കളോടാണ് ഈ ദൂത് പറയുന്നത്. ഇസ്രയേൽ മക്കൾക്ക്, ദൈവമക്കൾക്ക്, വാഗ്ദത്ത സന്തതിക്ക് മാനസാന്തരം ആവശ്യമായിരിക്കുന്നത് പോലെ എല്ലാ ദൈവമക്കൾക്കും മാനസാന്തരം ആവശ്യമാണ്. മനുഷ്യപ്പൊടികളാകുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം ഉണ്ടാകുന്ന പൊടിപടലങ്ങളിൽ നിന്നുമുള്ള ശുദ്ധീകരണമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സാന്റിഫൈഡ് ലൈഫ് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ രാവും പകലും കടന്നു വന്ന് സദാസമയം മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിശുദ്ധ ജീവിതം ചെയ്യുവാൻ സാധ്യമാകുകയുള്ളൂ. ഒരു സൺഡേ ക്രിസ്ത്യാനിയായിട്ട് നാം ജീവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ബാക്കി എല്ലാ ദിവസവും ലോകത്തോടെ ഇടകലർന്നു സൺഡേയിൽ കടന്നു വന്ന് നാം സഭായോഗത്തിന് ഇരുന്ന് മടങ്ങിപ്പോകുന്നു വല്ല അവസ്ഥകളാകുന്നു എങ്കിൽ നാം ഒരു നാമധേയ ക്രിസ്തീയ കൂട്ടത്തിലാണ് എന്നോർത്തിരിക്കണം. അങ്ങനെയല്ല, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? തിരുവചനം നമ്മെ നന്നായി പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ ശുദ്ധീകരണമാണ് ദൈവത്തിന്റെ ഇഷ്ടമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെയാണ് നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകുന്നത്? മാനസാന്തരത്തിൽ കൂടെയാണ്. നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചിട്ട് ഒരു സ്വയശോധനയിൽ കൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് കാൽവറിയിലെ തിരുരക്തത്താൽ, തിരുവചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ, ഹല്ലേലൂയ, സ്തോത്രം, തിരുനാമത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ദൈവ. സക്കറിയ പ്രവചനത്തിൽ നിന്ന് നമുക്ക് ആദ്യമായി പഠിക്കേണ്ടത് നിരന്തരമായുള്ള മാനസാന്തരമാണ്. ഒന്നാമതായി ഹല്ലേലൂയ, സ്തോത്രം, ഒരു കഠിന ദൂതാണ് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള മുഖപുര വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ കഠിന ദൂതിന്റെ മുമ്പിൽ ഹല്ലേലൂയ, ദൂത് പറഞ്ഞ പ്രവാചകനെ കുറ്റം പറയുകയോ, ഹല്ലേലൂയ, ദൈവം ഇത്ര കഠിന ദൂത് എന്തിനു നൽകി എന്ന് പറഞ്ഞ് ദൈവത്തോടെ പിറുപിറുക്കുകയോ ചെയ്യാതെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അനുദിനം താഴുവാൻ തക്കവണ്ണം യഹൂദ ജനം ഏൽപ്പിക്കപ്പെട്ടപ്പോഴാണ് 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അവരെ രക്ഷിക്കുവാനായി ചുവന്ന കുതിരപ്പുറത്ത് ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് നാം ആ വേദഭാഗത്തെ പറ്റി ഇന്ന് സമയമുണ്ടെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ വേറൊരു സമയം നാം ചിന്തിക്കുന്നതായിരിക്കും. തുടർമാനമായി 6 അധ്യായങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം, ഈ ദൂതുകൾ, ഹല്ലേലൂയ, യഥാസ്ഥാനത്തിന്റെ ദൂതുകൾ, വരുവാനുള്ള അനുഗ്രഹത്തിന്റെ ദൂതുകൾ ലഭിക്കുന്നു. എപ്പോൾ? മാനസാന്തരപ്പെട്ടപ്പോൾ. രണ്ടാമതായി 7-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ ജീവിതത്തിലെ അവസ്ഥകൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ പ്രവാചകനെ കല്ലെറിഞ്ഞു കൊല്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ താണതുകൊണ്ട് 8-ാം അധ്യായത്തിൽ അവർക്ക് ഉണ്ടാകുവാൻ പോകുന്ന വലിയ സമൃദ്ധിയെ പറ്റി ദൈവം വെളിപ്പെടുത്തുന്നു. അവിടെയും
അനുഗ്രഹത്തിന്റെ ദൂത് ലഭിക്കുന്നത് മാനസാന്തരത്തിന് ശേഷമാണ്. ഹല്ലേലൂയ. 9 മുതൽ 11 വരെയുള്ള അധ്യായത്തിൽ അവരുടെ മശിഹയായി ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അവരുടെ പുരോഹിതന്മാരും മതനേതാക്കന്മാരും ക്രൂശിച്ചപ്പോൾ ഹല്ലേലൂയ അതിന്റെ കഠിന പാപം അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായവിധി സ്വയമായി ഏറ്റുവാങ്ങിയ ഇസ്രയേൽ മക്കൾ വരുവാനുള്ള കഷ്ടതയുടെ മഹാതീച്ചുളയിൽ യാക്കോബിന്റെ കഷ്ടകാലത്തെ പാപങ്ങൾ എണ്ണി എണ്ണി പ്രാർത്ഥിക്കുകയാണ്. സഹോദരിമാർ പ്രത്യേകവും സഹോദരന്മാർ പ്രത്യേകവും ഗോത്രം ഗോത്രമായി കുലം കുലമായി ഭവനം ഭവനമായി പ്രത്യേകം ഏകജാതൻ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിലാപം പോലെ അവർ കരഞ്ഞ് 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 ഹൃദയം കീറിയുള്ള കരച്ചിലാണ് 12, 13, 14 അധ്യായങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോഴാണ് മശിഹാ തമ്പുരാൻ അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വരുന്നത് 14-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവരുടെ മാനസാന്തരത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകൾ യെശയ്യാ പ്രവാചകനും മറ്റ് യെഹെസ്കേൽ പ്രവാചകന്റെ അവസാന അധ്യായങ്ങളിലുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എവിടെ ജനം മാനസാന്തരപ്പെടുമോ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം അയക്കപ്പെടും. എവിടെ ജനം അഹങ്കാരികളായി മാറുന്നുവോ അവിടെ ദൈവത്തിന്റെ ന്യായവിധി കടന്നു വരും. എവിടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദൈവജനം ഏൽപ്പിക്കപ്പെടുന്നുവോ ആ വ്യക്തി, ആ കുടുംബം, ആ ദേശം, ആ സഭ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രിയിൽ ആ ഒരു തീരുമാനം ദൈവസന്നിധിയിൽ നമുക്കെടുക്കാം. കർത്താവേ, നിരന്തരമായി ഒരു മാനസാന്തരം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ ഞാൻ ആ വാക്യങ്ങളൊന്നും ഓർക്കുന്നില്ല, ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ രാത്രിയിൽ ഉണർന്നിങ്ങനെ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ സന്ദർഭത്തിൽ റിപ്പന്റൻസിനെ പറ്റി എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കടന്നു വന്നു. പ്രാർത്ഥന എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയും പേഴ്സണൽ പ്രേയറും സമർപ്പണവും ഒക്കെ കഴിഞ്ഞ് തിരുവചന ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ മാനസാന്തരത്തെ പറ്റി പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഒന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതെന്റെ ഹൃദയത്തിന് ഒരു കുളിർമയായി മാറ്റപ്പെട്ടു. കൂടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുന്ന ദൂതുകളും സാന്റിഫൈഡ് ലൈഫിന് വേണ്ടിയുള്ള സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ 3 മാനസാന്തരങ്ങൾ പ്രത്യേകമായി എടുത്ത് പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം. ഈ 3 മാനസാന്തരത്തിലും ദൈവത്തിന്റെ വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദൂത് പിന്നീട് പ്രവൃത്തിയിൽ കൂടെയും വാഗ്ദത്തത്തിൽ കൂടെയും നമുക്ക് കാണുവാൻ സാധിക്കും. അതിനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 1 മുതൽ 6 വരെയുള്ള വേദവാക്യങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ സെക്കറിയാ പ്രവാചകന്റെ പുസ്തകത്തെ പറ്റി ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഓർപ്പിക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. പിന്നീട് സെക്കറിയാ പ്രവചനം ചിന്തിക്കുമ്പോൾ നാം ഭാഗമായി അതിനെപ്പറ്റി ചിന്തിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സെക്കറിയാ പ്രവചനത്തെ പറ്റി നാം പഠിക്കുന്നതായ സന്ദർഭത്തിൽ ഈ പുസ്തകത്തിന്റെ പ്രധാന ദൂത് ദ ഗ്ലോറി ഓഫ് മസായ, മശിഹയിക മഹത്വമാണ്. 1-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ ഉള്ള 214 വാക്യങ്ങളിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ദ മസായസ് ഗ്ലോറി, മശിഹയിക മഹത്വമാണ് ഈ പുസ്തകത്തിന്റെ ദ കീ മെസ്സേജ് എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് സെക്കറിയാ പ്രവചനം പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, അല്ലെങ്കിൽ ഒരു വാചകത്തിൽ ഉത്തരം പറയാം. ദ ഗ്ലോറി ഓഫ് മസായ, മശിഹയിക മഹത്വമാണ്. 1-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ നമുക്ക് വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ
ഓരോ അധ്യായത്തിൽ കൂടെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണ് ഓരോ അധ്യായത്തിലും ഈ പുസ്തകത്തിൽ മശിഹൈക മഹത്വം കാണുവാൻ സാധിക്കുന്നത് എന്ന് ഒരു വേദവിദ്യാർത്ഥി പഠിച്ചെടുക്കുന്നുവെങ്കിൽ ഈ സെക്കറിയ പ്രവചനം ആ വ്യക്തി നന്നായി പഠിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഹഗായി, സെക്കറിയാവ്, മലാക്കി, ഈ 3 പ്രവചനങ്ങൾ പ്രവാസാനന്തര പ്രവചനങ്ങളാണ്. പോസ്റ്റ് എക്സലിക് പ്രോഫസീസ് ആണ്. ഹല്ലേലൂയ, സ്തോത്രം. പഴയ നിയമത്തിൽ പ്രവാസാനന്തര പുസ്തകങ്ങൾ പലതായി കാണുവാൻ സാധിക്കുന്നു. 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം. ഈ 1ഉം 2ഉം ദിനവൃത്താന്തം യഹൂദന്മാരുടെ കാനോനിൽ ഒരു പുസ്തകമായിട്ടാണ്, ദിനവൃത്താന്ത പുസ്തകങ്ങൾ എന്നായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് 1, 2 ദിനവൃത്താന്തങ്ങൾ എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഇത് പ്രവാസാനന്തര പുസ്തകങ്ങളാണ്. അതുപോലെ തന്നെ എസ്ര, നെഹമ്യാവ്, എസ്തേർ, ഈ 3 പുസ്തകങ്ങൾ പ്രവാസത്തിന് ശേഷം ഉണ്ടായതായ പുസ്തകങ്ങളാണ്. ഇസ്രയേൽ മക്കൾ പ്രവാസത്തിൽ പോയിട്ട് മടങ്ങി വന്നതിന് ശേഷം ഉള്ള പുസ്തകങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ 3, 2, 5 പുസ്തകങ്ങൾ. അത് കഴിഞ്ഞിട്ട് 3 പുസ്തകങ്ങൾ നമുക്ക് ഹഗായി, സെക്കറിയാവ്, മലാക്കി കാണുവാൻ സാധിക്കുന്നു. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ചിട്ട് പഴയ നിയമത്തിലെ ഏതാണ്ട് 6 സങ്കീർത്തനങ്ങൾ പ്രവാസാനന്തര സങ്കീർത്തനങ്ങളാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അതിന് നല്ല തെളിവുകളൊക്കെ ഉണ്ട്. അതല്ലല്ലോ നാം ഇന്ന് ചിന്തിക്കുന്നത്. ആയതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവാസാനന്തര പുസ്തകങ്ങളെ പറ്റി ഒരു ദീർഘ പഠനത്തിലേക്ക് പോകാതെ ഈ പുസ്തകത്തിലേക്ക് തന്നെ കടന്നു വരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സെക്കറിയ പ്രവാചകൻ എന്ന പേരിന്റെ അർത്ഥം, ഹല്ലേലൂയ, സ്തോത്രം, യഹോവയുടെ ഓർമ്മയിലുള്ളവൻ എന്നാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യഹോവയുടെ ഓർമ്മയിൽ ഇരിക്കുന്ന എന്നീ 2 എബ്രായ പദങ്ങളുടെ സംക്ഷിപ്തമാണ് സെക്കറിയാവ് എന്ന് പറയുന്നത്. സഖാർ എന്ന വാക്കിനെ ഓർക്കുക, റിമംബർ എന്നാണ് അർത്ഥം. യാഹ് എന്ന വാക്കിന് നമുക്കറിയാം യഹോവ എന്നാണ്. യഹൂദന്മാരുടെ പേരുകൾ ഒന്നി യാഹ് അല്ലെങ്കിൽ യേൽ എന്നീ ദൈവീക നാമത്തിൽ അവസാനിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇസക്കിയേൽ, യേൽ എന്ന് പറയുമ്പോൾ ദൈവം, ഹല്ലേലൂയ, അങ്ങനെ അവസാനിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. മലാക്കിയേൽ, അങ്ങനെയുള്ളതായ ഒത്തിരി, ഒന്നിൽ ഏൽ അല്ലെങ്കിൽ യാ. ഏൽ എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തില്, അല്ല എങ്കിൽ യഹോവയോടുള്ള ബന്ധത്തിൽ കാണുവാൻ സാധിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നാമങ്ങളാണ് അങ്ങനെയുള്ള നാമങ്ങൾ. ദൈവത്തോട് ചേർന്ന്, ഹല്ലേലൂയ, യഹോവയോട് ചേർന്നുള്ള നാമങ്ങൾ, ഹല്ലേലൂയ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതിനെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിന്റെ പൊന്നു നാമത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്ത്യാനി എന്നുള്ള നാമം തന്നെ നമ്മുടെ കർത്താവിനോട് ചേർന്നുള്ളതാണ്. വൺ ഹു ഫോളോ ക്രൈസ്റ്റ് എന്നാണ്. ദ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവർ, ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ, ക്രിസ്തുവിൽ വിശ്വാസമുള്ളവർ എന്നൊക്കെയാണ്. നമ്മുടെ ആ പേരിന് തന്നെ നമ്മുടെ രക്ഷകനായ കർത്താവിനോട് ചേർന്നുള്ളതാണ്. നമ്മുടെ ജീവിതവും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ കർത്താവിനോട് ചേർന്ന് നമ്മളും നമ്മുടെ തലമുറകളും കർത്താവിനോട് ചേർന്നായിരിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതുകൊണ്ട് സെക്കറിയ പ്രവാചകൻ അല്ലെങ്കിൽ സെക്കറിയാവ് എന്ന പേരിന്റെ അർത്ഥം യഹോവ ഓർക്കുന്നവൻ, യഹോവയെ ഓർക്കുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് നാം പാർക്കുന്ന ഈ കാലത്ത് പോലും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പേരാണ് സെക്കറിയാവ് എന്നുള്ളത്, അല്ലെങ്കിൽ സക്കറായ എന്നുള്ളത്. എല്ലാവരും, മാതാപിതാക്കൾ എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു വിധത്തിൽ തങ്ങളുടെ തലമുറകൾക്കോ തങ്ങൾക്കോ
ആ നാമം കൊതിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്ന പേരിന്റെ അർത്ഥവിശേഷം കൊണ്ടാണ് അതെന്ന് നാം ഓർത്തിരിക്കണം. സക്കറിയ പ്രവാചകന് ഈ പേര് കിട്ടാൻ തക്കവണ്ണം ഒരു കാരണമുണ്ട് എന്ന് യഹൂദന്മാരുടെ ആചാര പ്രമാണങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട്. അത് ഞാൻ അല്പമായി പറയാം, ദീർഘമായി വിശേഷിപ്പിക്കുന്നില്ല. ഇസ്രയേൽ മക്കളുടെ പാപങ്ങളുടെ കാരണത്താൽ യഹൂദന്മാർ 3 തവണയായി ബാബേലിലേക്ക് അടിമകളായി പോയത് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ പോയവരുടെ കൂട്ടത്തിലാണ് സ്തോത്രം സക്കറിയ പ്രവാചകന്റെ പിതാവ്, ഗ്രാൻഡ് ഫാദർ ആയിരിക്കുന്ന സ്തോത്രം ഇദ്ദോ പ്രവാചകനും പോയി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. സ്തോത്രം ഇദ്ദോ പ്രവാചകന്റെ മകനായ ബെരക്യാവേ ആണ് സ്തോത്രം സക്കറിയാവിന്റെ പിതാവേ. പല ഇടങ്ങളിലും പഴയ നിയമങ്ങളിൽ സക്കറിയ പ്രവാചകനെ ഇദ്ദോ പ്രവാചകന്റെ മകൻ എന്ന എസ്രായുടെ പുസ്തകത്തിലും നെഹമ്യാവിന്റെ പുസ്തകത്തിലും ബെരക്യാവിന്റെ പേര് കൂടാതെ പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. വേദവിദ്യാർത്ഥികളുടെ അഭിപ്രായം സക്കറിയ പ്രവാചകൻ ജനിച്ച് അധികം നാൾ കഴിയുന്നതിന് മുമ്പേ സ്തോത്രം ഒരുപക്ഷെ സക്കറിയാവിന്റെ പിതാവായ ബെരക്യാവ് മരിച്ചു പോകുകയും ഇദ്ദോ പ്രവാചകൻ തന്നെ സക്കറിയാവിനെ മകനായി അംഗീകരിച്ചുകൊണ്ട് വളർത്തുകയും ചെയ്തതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആകണമെന്നില്ല, അതൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. വേറെ ഒരു അഭിപ്രായം, കൊച്ചുമക്കളെ മക്കളായി പറയുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യാക്കോബ് യോസഫിനോട് പറയുന്നുണ്ട്, നിന്റെ മിസ്രയീമിൽ വെച്ച് നിനക്ക് ജനിച്ച മക്കൾ മനശ്ശെയും എഫ്രയീമും എനിക്കുള്ളവരായിരിക്കട്ടെ എന്ന് പ്രത്യേകം പറയുന്നു. അപ്പോൾ ജോസഫിന്റെ മക്കളെ അഥവാ യാക്കോബിന്റെ കൊച്ചുമക്കളെ യാക്കോബ് തന്റെ മക്കളായി അംഗീകരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലാബാൻ യാക്കോബിനോട് പറയുന്നുണ്ട്, സ്തോത്രം, ലാബാൻ അറിയാതെ യാക്കോബും തലമുറകളും എല്ലാവരും കൂടെ പിന്നെ സ്വന്തം ദേശത്തേക്ക് കടന്നു വന്നതായ സന്ദർഭത്തിൽ ലാബാൻ അവരെ പിൻചെന്ന് പിടികൂടുകയും അവരെ കോൺഫ്രണ്ട് ചെയ്തതായ സന്ദർഭത്തിൽ ലാബാൻ യാക്കോബിനോട് പറയുന്നുണ്ട്, ഞാൻ അറിയാതെ എന്റെ പെൺമക്കളെയും എന്റെ മക്കളെയും 11 മക്കളെ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. ബെന്യാമീൻ പിന്നീട് യാത്രയിലാണ് റാഹേൽ പ്രസവിച്ചത്. ആ സന്ദർഭത്തിൽ റാഹേൽ മരിച്ചു പോവുകയും ചെയ്യുകയായിരുന്നു, നമുക്കതറിയാമല്ലോ. അപ്പൊ ആ 11 മക്കളെയും എന്റെ മക്കളെന്നാണ് ലാബാൻ പറയുന്നത്. അപ്പോൾ അന്നത്തെ ഒരു സവിശേഷതയാണ് അത് എന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ സക്കറിയ പ്രവാചകന്റെ മരണത്തെ പറ്റിയുള്ള രക്തസാക്ഷി മരണത്തെ പറ്റി മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ആലയത്തിന്റെയും പ്രാകാരത്തിന്റെയും ഇടയിൽ വെച്ച് നിങ്ങൾ കൊന്നതായ ബെരക്യാവിന്റെ മകനായ സക്കറിയാവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബെരക്യാവിന്റെ പേര് കർത്താവ്, പിതാവിന്റെ പേര് കർത്താവ് എടുത്തു പറയുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതുതന്നെയായിരുന്നാൽ തന്നെയും പിതാവോ വല്യപ്പനോ ആരായിരുന്നാൽ തന്നെയും ഈ മകനെ എടുത്ത് നല്ല ദൈവ പൈതലായി വളർത്തി എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇദ്ദോ പ്രവാചകനെ ഹല്ലേലൂയ, സ്തോത്രം, ഒരു പ്രവാചകനായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. എങ്കിൽ തന്നെയും ഹല്ലേലൂയ, സ്തോത്രം, താൻ ഒരു പുരോഹിതനായിരുന്നു എന്ന് വളരെ വ്യക്തമായി മറ്റ് വചനങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇദ്ദോ പുരോഹിതൻ എന്നൊക്കെയാണ് എസ്രാ നെഹമ്യാവിന്റെ പുസ്തകങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ സക്കറിയ പ്രവാചകന്
രണ്ട് വിധ ശുശ്രൂഷകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, കുടുംബപരമായി തനിക്ക് ലഭിച്ച പൗരോഹിത്യ ശുശ്രൂഷയും അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നും വ്യക്തിപരമായി തനിക്ക് ലഭിച്ച പ്രവചന ശുശ്രൂഷയും. ഇവിടെ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട്. തന്റെ വലിയപ്പൻ ഒരു നല്ല ദൈവത്തിന്റെ പ്രവാചകനായി എണ്ണപ്പെട്ടിരുന്നതുപോലെ ഇദ്ദോ പ്രവാചകൻ എന്ന 1-ാം വാക്യത്തിൽ 1-ാം അധ്യായത്തിൽ കാണുന്നുവല്ലോ. അതുപോലെ കൊച്ചുമകനും ആ പ്രവചന ആത്മാവ് ദൈവം കൊടുക്കത്തക്കവണ്ണം ഇദ്ദോ പ്രവാചകന്റെ കുടുംബവും സെക്കരിയാവിന്റെ കുടുംബം അഥവാ തന്റെ പിതാവായ ബെരക്യാവിന്റെ കുടുംബവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവഹിതപ്രകാരം ദൈവത്തെ സേവിക്കുന്നവരായിരുന്നു. അവരുടെ ചുറ്റുപാടുകൾ അതിന് അനുയോജ്യമല്ലായിരുന്നു. അവർ ബാബേലിലായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ബാബേലിൽ വെച്ച് 70 വർഷത്തോടടുത്തോ അല്ലെങ്കിൽ അതിനെ അനുബന്ധിച്ചോ ഒക്കെ ആയിരിക്കണം. ബെൽഷസറിന്റെ കാലത്താണ് സെക്കരിയാവ് ജനിച്ചതെന്നാണ് പറയുന്നത്. ബെൽഷസറിന്റെ കാലത്ത് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ അത് ചിന്തയാണ്, കണക്കുകൂട്ടലുകളാണ്. സ്തോത്രം. ആണ് സെക്കരിയ പ്രവാചകൻ ജനിച്ചത് എങ്കിൽ സ്തോത്രം അതിനൊരു പ്രത്യേക കാരണമുണ്ട്. യഹോവ ഓർത്തുന്നു, യഹോവയെ ഓർക്കണമേ, യഹോവയാൽ ഓർക്കപ്പെട്ടവൻ എന്നൊക്കെ ആണല്ലോ സെക്കരിയാവ് എന്ന പേരിന്റെ അർത്ഥം. സ്തോത്രം. അതായത് ബെരക്യാവും ഇദ്ദോയും ഒക്കെയും, ഇദ്ദോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ there is no possibility ഇദ്ദോ പ്രവാചകൻ ജീവിച്ചിരിക്കാൻ ചാൻസ് കാണത്തില്ല. സ്തോത്രം. അപ്പോൾ സ്തോത്രം അവിടെ തന്റെ കുടുംബവും താനും ഒക്കെയും പ്രാർത്ഥിച്ച് കാണും, കർത്താവേ സ്തോത്രം 70 വർഷം കഴിഞ്ഞിട്ട് തന്റെ ജനത്തിനൊരു ഉദ്ധാരണമുണ്ട് എന്ന് അവിടുത്തെ പ്രവാചകനായ ഇരമ്യാവെ പ്രവചിച്ചതുപോലെ ഞങ്ങൾക്കൊരു ഉദ്ധാരണം നൽകണമേ, ഞങ്ങളെ ഓർക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സന്ദർഭത്തിലാണ് അവർക്കൊരു ആൺകുഞ്ഞു പിറന്നത്. ഇങ്ങനെ ആൺകുഞ്ഞു പിറന്നപ്പോൾ യഹോവേ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആൺകുഞ്ഞിന് സെക്കരിയാവ് എന്ന് പേരിട്ടു എന്നാണ് ചില വേദവിദ്യാർത്ഥികൾ സെക്കരിയാവ് എന്ന പേരിനോടുള്ള ബന്ധത്തിൽ, ഈ പ്രവാചകന്റെ പേരിനോടുള്ള ബന്ധത്തിൽ വിശേഷിപ്പിക്കുന്നത്. എന്തു നല്ല ഗുണപാഠമാണ്. പ്രാർത്ഥനയിൽ ഒത്തിരുന്ന സന്ദർഭത്തിൽ ഉണ്ടായ തലമുറയ്ക്ക് ദൈവത്തിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലത്തക്കവണ്ണമുള്ള പേരു നൽകി. അതുപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം ചെറുപ്പത്തിൽ തന്നെ പ്രവചന ശുശ്രൂഷയിൽ മുന്നേറുവാൻ തക്കവണ്ണം കർത്താവിടയാക്കി. ഞാൻ 1 മിനിറ്റ് ഇവിടെ എടുക്കട്ടെ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരു വിശ്വാസത്തിന്റെ വാക്ക് പറയുകയാണ്. എത്ര പേർ കേൾക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കൊച്ചുമക്കളെയും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. ഇപ്പോൾ തന്നെ നാളെയല്ല, ഇത് കഴിഞ്ഞിട്ടല്ല, ഇപ്പോൾ തന്നെ കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഞങ്ങളുടെ തലമുറകളിലേക്കും ഞങ്ങളുടെ കൊച്ചുമക്കളിലേക്കും കടന്നു വരണമേ. ഇദ്ദോ പ്രവാചകന്റെ കൊച്ചുമകനായ സെക്കരിയാവിനെ പ്രവചന ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചതുപോലെ കർത്താവെ അവിടുത്തെ ആത്മാവ് നിന്റെ തലമുറമേലും നിന്റെ തലമുറയുടെ മേലും അവരുടെ തലമുറയുടെ മേലും ഉണ്ടാകുമെന്നുള്ള വാഗ്ദത്തം ഞങ്ങളുടെ തലമുറകളുടെ മേൽ വരുമാറാകണമേ. അവർ ദർശനമുള്ളവരായി, അവർ വെളിപ്പാടുള്ളവരായി, അവർ കാഴ്ചപ്പാടുള്ളവരായി, കർത്താവിനാൽ വിളിക്കപ്പെട്ടവരായി, കർത്താവിന്റെ മഹത്വം തേടുന്നവരായിരിക്കാൻ ഇടയാക്കണമെന്ന് ആന്തരികമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. ഈ ദേശത്തെ വെട്ടിപ്പിടിക്കാൻ, ഹല്ലേലൂയ, സ്തോത്രം, ജാതികളെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ
പിന്മാറ്റത്തിൽ ഇരിക്കുന്നവരെ കർത്താവിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തെ പറ്റി ഒരു വലിയ ജിജ്ഞാസ, ദൈവത്തെ പറ്റി ഒരു വലിയ എരിവ്, കർത്താവിനെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു കൊതി നമുക്കും നമ്മുടെ തലമുറയ്ക്കും ഉണ്ടാകേണ്ടതിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹൃദയംഗമായി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, എന്റെ തലമുറകളുടെ മേൽ അവിടുത്തെ ആത്മാവ് വരുമാറാകട്ടെ, അവിടുത്തെ വചനം അയക്കുമാറാകണമേ, തലമുറയായി അവിടുത്തെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സെക്കറിയാവിന്റെ മേൽ ഇദ്ദോ പ്രവാചകൻ ഉണ്ടായിരുന്നത് പോലെയുള്ള പ്രവചനദൂതെ കൊടുത്തതുപോലെ ഞങ്ങൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സെക്കറിയാവ് വെറും ഒരു പ്രവാചകൻ മാത്രമല്ല. ഇദ്ദോയെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ സെക്കറിയാവിനെ പ്രവാചകനെന്ന് മാത്രമല്ല, സെക്കറിയാവിന് 3 പ്രധാന ശുശ്രൂഷകൾ കാണാൻ സാധിക്കുന്നു. ഒന്ന്, താൻ ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചതിനാൽ താൻ ഒരു പുരോഹിതനായിരുന്നു, പാരമ്പര്യപ്രകാരം ലഭിച്ചതാണ്. അതുകൊണ്ട് സംതൃപ്തി അടയാതെ പേഴ്സണലായിട്ടുള്ള പ്രവചന ശുശ്രൂഷ ലഭിച്ചു. അതുകൂടാതെ നമ്മൾ ഈ 1 മുതൽ 8, 7, 6 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ലഭിക്കുന്ന 8 ദർശനങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ എന്നിങ്ങനെ എടുത്ത് 7-8 പ്രാവശ്യം പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയാണ് തന്റെ ഈ പ്രവചന ദൂതുകൾ, തന്റെ വെളിപ്പാടുകൾ എത്രയുണ്ട് എന്ന് 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നാം ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പ്രവചനങ്ങൾ മാത്രമല്ല, കാഴ്ചപ്പാടുള്ളവരായി, വെളിപ്പാടുള്ളവരായി, ദർശനമുള്ളവരായി, ഈ ലോകത്തിനെ അപ്പുറത്തേക്ക്, ഹല്ലേലൂയ, അബ്രഹാം ദൈവസന്നിധിയിൽ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി മകനോടും കൊച്ചുമക്കളോടും കൂടെ ദൈവസന്നിധിയിൽ കാത്തിരുന്നതുപോലെ കാത്തിരിപ്പാൻ എന്നെയും എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഏൽപ്പിക്കുന്നുവെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനെതിരുള്ള ദുഷ്ടന്റെ പോരാട്ട ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെയാണ് സെക്കറിയാവ് എന്ന പേര് പ്രവാചകനെ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലെ ഒരു കാര്യം കൂടെ മാത്രം ഓർപ്പിക്കുവാനേ എൻ്റെ മുമ്പിൽ സമയമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. 1-ന്റെ 1-ാം വാക്യം, ഹല്ലേലൂയ, ആരുടെ കാലത്ത് പ്രവചിച്ചു, പ്രവാചകന്റെ വലിയപ്പൻ ആരാണ്, അപ്പൻ ആരാണ് എന്നൊക്കെ പറയുന്നതാണ്. തന്നെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് 1-ന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ 2-ാമത്തെ വാക്യത്തിലാണ് ദൂത പറയുന്നത്. പ്രവചന ദൂതാണ്. ദർശകനായിട്ടാണ് 1-ന്റെ 7 മുതൽ 6-ാം അധ്യായത്തിന്റെ അവസാനം വരെ പ്രവാചകനെ കാണുവാൻ ഒരു ദർശകനായിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ 1-ന്റെ 2 മുതൽ 6 വരെ ഒരു പ്രവാചകനായിട്ടാണ് കാണുന്നത്. ദൈവത്തിന്റെ അധരമായി പ്രവാചകൻ മാറിയപ്പോൾ ആദ്യം ദൂത് കൊടുക്കുന്നത് ഒരു കഠിന ദൂതാ കൊടുക്കുന്നത്. 2-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. എന്താണ് ദൂത് കൊടുക്കുന്നത്? യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ അപ്പനെ പറ്റി ഈ പ്രവാചകൻ, ഈ ദൈവദാസൻ ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രവാചകനെ അന്നേരമേ പാസ്റ്ററോട് റെക്കമെൻഡ് ചെയ്ത് നമ്മൾ പുറത്താക്കിയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇവർ മാനസാന്തരപ്പെടുകയാണ് ചെയ്തത്. യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. അതാണ് ദൂത് പറയുന്നത്. ദൂതാണ് 4 കാര്യങ്ങളാണ് പ്രധാനമായി 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 4 കൂടുതലുണ്ട്. 4 പ്രധാന സ്റ്റെപ്പുകൾ ഈ പ്രവചനങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഫാക്ട് 5 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിൽ 1-ാമതായി ദൂതാണ്. ഹല്ലേലൂയ, പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ സ്തോത്രം. പ്രവാചകനോട് കോപിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ മാനസാന്തരത്തിനായി ഈ ദൂത് ഇസ്രായേൽ മക്കൾ യഹൂദന്മാർ ഏറ്റെടുത്തതാണ്. വീണ്ടും പ്രവാചകന് ദൂത് ലഭിപ്പാൻ, അനുഗ്രഹത്തിന്റെ ദൂത് ലഭിപ്പാൻ കാരണമായത്. നാം എങ്ങനെയാണ് കേൾക്കുന്ന വചനം കൈക്കൊള്ളുന്നത്, അങ്ങനെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. യഹോവ ഈ തലമുറയ്ക്ക്, പുതിയ തലമുറയാണ്, ഈ തലമുറയ്ക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരോട് കോപിച്ചത് കൊണ്ടാണ് 70 വർഷം മുമ്പ് അവരെ ബാബേലിലേക്ക് 3 തവണ പ്രവാസത്തിൽ കൊണ്ടുപോയത്. അവരുടെ ശവങ്ങളൊക്കെ യെരുശലേം തെരുവുകളിൽ മൃഗങ്ങളുടെ ശവങ്ങൾ പോലെ വലിച്ചെറിഞ്ഞതാണ് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഞങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ച്, അത് ചരിത്രത്തിലുള്ള കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. അതവർ അംഗീകരിച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാതെ കർത്താവ് ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതായ ആ സമർപ്പണവുമായി ദൈവസന്നിധിയിൽ കടന്നു വരികയാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൂത് അത്യന്തം കോപിച്ചിരിക്കുന്നുവെന്നാണ്. രണ്ടാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉപദേശമാണ്. ഹല്ലേലൂയ സ്തോത്രം. 2 ഉപദേശങ്ങൾ കർത്താവ് ഈ ദൂതിനോടുള്ള ബന്ധത്തിൽ കൊടുക്കുവാൻ സാധിക്കുന്നു. ഏത് ദൂത്, കഠിന ദൂത്, ഹല്ലേലൂയ സ്തോത്രം, എപ്പോൾ ലഭിച്ചാലും അതിനോടൊത്ത് ഒരു ഉപദേശവും ലഭിക്കുന്നത് കാണുവാൻ സാധിക്കും. ആ ഉപദേശത്തിൽ കൂടെ നമുക്ക് രക്ഷപ്പെടുന്ന ഒരു പഴുത് എപ്പോഴും കർത്താവെ തുറന്നു തന്നിരിക്കും. ഇനിയും ഈ ഭൂമിയിൽ വലിയ കഷ്ടതയിൽ കൂടെ ഈ ലോകം കടന്നു പോകും, തീച്ചൂളയിൽ കൂടെ കടന്നു പോകുമെന്നൊക്കെയുള്ള കഠിന ദൂത ഉണ്ടെങ്കിൽ തന്നെയും ഒരു പഴുത് കർത്താവ് അവിടെ തുറന്നിട്ടുണ്ട്. രക്ഷയുടെ വാതിലായ ക്രിസ്തു, ഹല്ലേലൂയ, കർത്താവിൽ കൂടെ ഈ വലിയ ന്യായവിധിയിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കുവാൻ സാധിക്കുമെന്ന് ദൂത് കൂടെ കൊടുക്കുന്നുണ്ട്. അതേത് ദൂതും ശരിക്ക് ആനലൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും, ഹല്ലേലൂയ, ന്യായവിധിയുടെ ദൂതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ തക്കവണ്ണം ദൈവം അതത് സന്ദർഭത്തിൽ ഉപാധികൾ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. വലിയൊരു ന്യായവിധിയിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിച്ചല്ലോ. അവിടുത്തെ വലിയ രക്ഷയ്ക്കായി ഞാൻ കർത്താവിന്റെ പൊന്നു നാമത്തെ സ്തുതിക്കുന്നു. 2 ഉപദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കോപിച്ചു, അതുപോലെ നിങ്ങളോടും കോപിപ്പാൻ ഇടയാകരുത്. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കലേക്ക് തിരുവീൻ, സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്നാൽ ഞാൻ നിങ്ങളേക്ക് തിരി. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ, 4-ാം വാക്യം, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുത്. ഞാൻ അവരോട് കോപിച്ചു, അവർ ന്യായവിധിയിൽ കൂടെ കടന്നുപോയി, അനേകരുടെയും ജീവിതം ശവങ്ങളായി, ജീവനില്ലാത്തവരായി, ശത്രുക്കളാൽ സംഹരിക്കപ്പെട്ടു പോയി. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുത്. 1-ാമത്തെ കാര്യം. ഹല്ലേലൂയ സ്തോത്രം. 2-ാമത്തെ കാര്യം എന്താണ്? നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിവീൻ. ഈ 2 കാര്യങ്ങളാണ് ഹല്ലേലൂയ ഉപദേശമായി നൽകുന്നത്. ഹല്ലേലൂയ. ദൂത് നൽകി, അതിന്റെ കൂടെ ഉപദേശം നൽകിയാണ്. നിങ്ങളുടെ പിതാക്കന്മാരോട് കോപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? യോഹന്നാൻ സ്നാപകനോട് ജനം ചോദിക്കുന്നത് പോലെ ഞങ്ങൾ എന്ത് ചെയ്യണം? പടയാളികൾ ചോദിക്കുകയാണ്, പരീശന്മാർ ചോദിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിന് നമ്മളോടുള്ള ദൂതെന്താണ്? നാം അവരെ പോലെ ആകരുതേ. ഈ ലോകത്തിൽ പാപത്തിൽ ജീവിക്കുന്നവരെ പോലെ നാം ആകരുതേ. ഈ ലോകത്തിൽ അധർമ്മത്തിൽ ജീവിക്കുന്നവരെ പോലെ നാം ആകരുതേ. ഹല്ലേലൂയ സ്തോത്രം. എന്നാണ് പറയുന്നത്, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരുവീൻ. 3-ാമത് ഹല്ലേലൂയ സ്തോത്രം ഉള്ള മുന്നറിയിപ്പാണ് 3-ാമതായി തരുന്ന 3 മുന്നറിയിപ്പ് കൊടുക്കുന്നു. അത് പറയുവാൻ എന്റെ മുമ്പിൽ സമയമില്ല. 4-ാമതായി ഉദ്ദേശമാണ്. അതോടൊത്തിച്ച് 3 ചോദ്യങ്ങളും ഈ 1 മുതൽ 6-ാം അധ്യായങ്ങളിൽ വരെ കാണാൻ സാധിക്കും. അത് കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. സെക്കരിയ പ്രവചനത്തിൽ
മറ്റു പല കാര്യങ്ങളും ചിന്തിപ്പാൻ അടുത്ത ആഴ്ചയിൽ കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രിയിലെ വചനം ഏറ്റവും സമൃദ്ധിയായി എനിക്കും നിങ്ങൾക്കും തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിൽ നിന്നും വിരമിക്കുന്നു. ഗുഡ് നൈറ്റ്.